ഹായ്, ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഒരു അത്യാഗ്രഹം കൊണ്ട് എന്ന് പറയാം, അതുപോലെ ആഗ്രഹമായിരുന്നു എനിക്കൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെന്നും ഉണ്ടാക്കാൻ പഠിക്കണമെന്നൊക്കെ. അപ്പോൾ പഠിക്കാനും കൂടെ വേണ്ടി ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് എനിക്ക് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു നെറ്റിപ്പട്ടമാണിത്. അതിന് ഉള്ളളവായിട്ട് 8.5 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവും ഉള്ളളവ് വരുന്ന ഒരു മെഷർമെൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളറ് തുണിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗോൾഡ് കളറുള്ള നല്ല ക്വാളിറ്റി കൂടിയ ഒരു സാറ്റിനാണ്. അപ്പോൾ നമ്മുടെ പേപ്പറിലുള്ള അളവിനെ കഴിഞ്ഞും 1 ഇഞ്ച് പുറത്തേക്ക് കൂടുതൽ നിൽക്കത്തക്ക രീതിയിൽ വേണം അതൊരു പാറ്റേൺ പോലെ വെച്ച് നമ്മൾ വെട്ടിയെടുക്കാൻ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനും എല്ലാം നമ്മൾ ആ മെഷർമെൻറ്റ് അതേൽ അടയാളപ്പെടുത്തി വേണം വെട്ടിയെടുക്കാൻ. അങ്ങനെ വെട്ടിയെടുത്തു. അപ്പം ഇതാണ് എടുത്ത സാറ്റിന്. അപ്പം ഈ ക്യാൻവാസിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ, ഇതുപോലൊരു പീസാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് അല്ല, അത് ക്യാൻവാസ് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റിഫായിട്ടുള്ള ഇതുപോലത്തെ കവറുകളില്ല, ആ കവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ നെറ്റിപ്പട്ടാകുമ്പോൾ ക്യാൻവാസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ നന്നായിട്ടിരുന്നോളും. ക്യാൻവാസ് പോലെ തന്നെ ഇരിക്കും അത്. എന്നിട്ട് ആ ക്യാൻവാസ് വെട്ടിയെടുത്തതിലേക്ക് നമ്മൾ ആ ഗോൾഡ് കളറുള്ള തുണി ഇപ്പോൾ ഫെവി ബോണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ വെച്ചിട്ട് ചുളിവുകളൊന്നുമില്ലാത്ത രീതിയിൽ ക്യാൻവാസിലേക്ക് ഒട്ടിക്കുന്നു. ആ ക്യാൻവാസിൻ്റെ അടിയിൽ അതിനും 1.5 ഇഞ്ച് കൂടുതൽ നിൽക്കത്തക്ക രീതിയിൽ റെഡ് തുണി വെച്ചിട്ട് അത് അതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുന്നു. ഏറ്റവും ആദ്യം വെക്കുന്നതാണ് മൂലഗണപതി, പിന്നെ ത്രിമൂർത്തി. ഇതാണ് ത്രിമൂർത്തി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് അഷ്ടവസ്തുക്കൾ, ഇടതുവശത്ത് വെക്കുന്നത്, വലതുവശത്ത് വെക്കുന്നത് നവഗ്രഹങ്ങൾ. അതെല്ലാം ഒറ്റസംഖ്യയാണ് വെക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ വന്ന് ഈ ഒരടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെ 2 എണ്ണം വെച്ച് വെക്കാനാണ് കിട്ടിയേക്കുന്നത്. ഒറ്റസംഖ്യയായിട്ട് വെക്കാൻ കിട്ടിയേക്കുന്നത് 2 എണ്ണം കിട്ടിയിട്ടുള്ളത് അതിനകത്ത്. പിന്നെ നടുക്കായിട്ട് ത്രിമൂർത്തിയുടെ മേളിൽ വെക്കുന്നതാണ് പാർവതി. പിന്നെ ചന്ദ്രക്കലകൾ. അപ്പോൾ ചന്ദ്രക്കലകൾ ഇത് ചെറിയ നെറ്റിപ്പട്ടത്തിന് 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനിങ്ങനെ കിറ്റായിട്ട് മേടിച്ചത് കൊണ്ട് 3 എണ്ണം കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് ഞാൻ ഒരടിയാണ് ഉള്ളളവ് എടുത്തേക്കുന്നത്. ആ ഉള്ളളവിനകത്ത് ശരിക്കും പറഞ്ഞാൽ 10 ഇഞ്ചായിരുന്നു വേണ്ടത്. എന്നിട്ട് അങ്ങനെ തികയാതെ വന്നപ്പം, വിരിപ്പുമുത്ത് തികയാതെ വന്നപ്പോൾ ഞാൻ ഒരു കിറ്റും കൂടെ മേടിച്ച് കഴിഞ്ഞാണ് അത് പിന്നെ ഫുള്ള് ഒട്ടിച്ച് തീർത്തത്. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിരിപ്പുമുത്ത് നന്നായിട്ട് ചേർത്തങ്ങ് ഒട്ടിക്കാം. അതിനകത്ത് ഞാൻ ആദ്യം അടയാളപ്പെടുത്തി വെച്ചിരുന്നിടത്താണ് ഞാൻ വിരിപ്പുമുത്ത് ഒട്ടിച്ചേക്കുന്നത്. ഇനി ഇതുപോലെ അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളറിൽ ഇതുപോലെ വെച്ചിട്ട് അരങ്ങ് കെട്ടാനായിട്ട് ഒരു നൂല് നമ്മൾ എവിടെയെങ്കിലും വലിച്ചു കെട്ടിയിട്ട് അതേലേക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കണം. എന്നുവെച്ച് വേണം 2 കൈ അടികൂടെ നൂലിൻ്റെ അടികൂടെ എടുത്തിട്ട് മുകളിൽ കൂടെ 2 വിരൽ കടത്തി വിട്ട് അതിൽ കൂടെ വലിച്ചിങ്ങെടുത്തിട്ട് കെട്ടി വെക്കുന്നതാണ് നമ്മളെപ്പോഴും അരങ്ങ് കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടാട്ടോ പഠിച്ചത്. എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു നെറ്റിപ്പട്ടം ചെറിയതുണ്ടാക്കി നോക്കി ശരിക്കും ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് പഠിച്ചതാണ്. യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. എന്നിട്ട് ആ അളവെടുത്തിട്ട് ഞാൻ അതുപോലെ തന്നെ അരങ്ങ് മൊത്തം കെട്ടി നൂല് അത് കൂട്ടി അങ്ങ് ചേർത്ത് ഒട്ടിക്കുവാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഏറ്റവും ഔട്ട്ലൈനായിട്ട് ഒട്ടിച്ചേക്കണതിനോട് ചേർത്ത് വേണം വെച്ച് ഒട്ടിക്കാൻ. എന്നിട്ട് എവിടെയെങ്കിലും നൂലൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിലെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ മേൽവശം ആ അരങ്ങിൻ്റെ നൂല് ആദ്യം കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് കാർഡ്ബോർഡ് പീസിലാണ് ഞാനിത് തൂക്കിയിടാൻ പാകത്തിന് അതിൻ്റെ വെയിറ്റ് ഫുൾ അവിടെ വരാവുന്ന രീതിയിലാണ് കാർഡ്ബോർഡ് വെച്ചാണ് ഒട്ടിക്കുന്നത്. ആ ത്രെഡ് ആദ്യം കൂട്ടി ഒട്ടിച്ചു. അതിന് മേളിലേക്ക് പാകം നീളത്തിന് കട്ട് ചെയ്ത് ഒരു വെൽവെറ്റിൻ്റെ പീസാണ്. ആ വെൽവെറ്റിലേക്കാണ് ഞാൻ ഒട്ടിക്കുന്നത്. റെഡ് കളറുള്ള വെൽവെറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് 2 ഹോള് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരത്തക്ക രീതി 2 ഹോളിട്ടിട്ട് ആ ഹോളിൽ കൂടെ വേണം നമുക്ക് കെട്ടിയിടാനുള്ള നൂല് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ കെട്ടി വെക്കണം. എന്നിട്ട് കാർഡ്ബോർഡ് ആദ്യം ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ വെൽവെറ്റ് അടിയിൽ ആദ്യം ഒട്ടിച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് കാർഡ്ബോർഡ് കറക്റ്റ് നീളത്തിന് വെച്ച് ഒട്ടിക്കുക. അപ്പം ആ കാർഡ്ബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പുറത്തു നിന്നുള്ള റെഡ് തുണി ഇതിലേക്ക് മടക്കി ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ആ വെയിറ്റ് ഫുള്ള് ആ റെഡ് തുണിയിൽ താഴെ തൊട്ട് മേളിൽ വരെ വരും. എന്നിട്ട് തിരിച്ച് ഈ റെഡ് വെൽവെറ്റ് ഇങ്ങോട്ട് തിരിച്ചൊട്ടിക്കുക. അപ്പോഴത്തേനും നന്നായിട്ട് ചേർന്ന് നന്നായിട്ടിരുന്നോളും. അപ്പോൾ നന്നായിട്ട് കാണാനും നല്ല ഭംഗിയായിട്ടിരിക്കും. എന്നിട്ട് ഈ
ഔട്ടർ സൈഡ് ബാക്കിലേക്ക് മടക്കി 2 സൈഡും പുറകിലേക്ക് മടക്കി നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും. എന്നിട്ട് മുകളിൽ നമ്മൾ പൂ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഒട്ടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പശ അതേ പറ്റി ചെറുതായിട്ടൊരു പാട് വീണിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെറിയ മുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കും. ഇനി ലാസ്റ്റത്തെ പണിയാണ് കുഞ്ചലം കെട്ടാനുള്ള നൂല്. ഒരു 12 സെൻറ്റിമീറ്റർ ഒക്കെ നീളത്തിനുള്ളൊരു കാർഡ്ബോർഡ് പീസിലേക്ക് ഞാൻ എല്ലാ കളറും ചുറ്റിയെടുത്തിട്ട് കുറച്ചധികം വേണം. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിയിട്ടിട്ട് ഏത് ആണോ ഏറ്റവും താഴെ മൂലകളിൽ താഴെ വരുന്ന കളർ ആ നൂല് എടുത്തിട്ട് വേണം കെട്ടിയിട്ട് വയ്ക്കാൻ. എന്നിട്ട് ആ കുഞ്ചല അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ത്രെഡ് വരുന്ന ഭാഗം ഞാൻ സിസർ വെച്ച് കട്ട് ചെയ്ത് വിട്ടു. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ കുഞ്ചല നന്നായിട്ട് ഇങ്ങനെ കിടക്കും. ആ വളഞ്ഞിരിക്കുന്ന കഴിഞ്ഞ് നല്ലത് അടിവശം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കുറച്ച് വിരിഞ്ഞ് കിടക്കും നന്നായിട്ട്. ഇനി അത് ആ റെഡ് കളറുള്ള പീസിലേക്ക്, ആ റെഡ് കളറുള്ള നൂലാണല്ലോ, അതങ്ങനെ അങ്ങ് കെട്ടി ഇച്ചിരി അടിയിൽ നിന്ന് കെട്ടിയെടുത്താൽ മതി. അപ്പം നല്ല ഭംഗിയായിട്ടിരുന്നോളും. ആ കളറുള്ള നൂല് ഈ കുഞ്ചല കെട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയായിട്ട് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഗോൾഡൻ കളർ ത്രെഡാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടാ ഒരു ഹുക്ക് പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഞാൻ പൊന്നൂൻ്റെ വൈറ്റ് ബോർഡിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. എനിക്കിഷ്ടമായി, നല്ല രസമായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.